തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു, സഖാക്കൾ 8 നിലയിൽ പൊട്ടി. ഇപ്പോ മാധ്യമങ്ങളിലെ അന്തിചർച്ചകളിലെ തലക്കെട്ടുകളിലെ സ്റ്റോറികളിലെ എവിടെയും രാഹുൽ മാങ്കൂട്ടമില്ല. എന്തേ? സ്ത്രീകളുടെ സംരക്ഷണം എല്ലാവരും ഏറ്റെടുത്തവരെല്ലാവരും പാതി വഴിയിൽ ഇട്ടേച്ചു പോയോ? എന്തു പറ്റി നിങ്ങൾക്ക്? ആരെയും എവിടെയും കാണാനില്ല. സ്ത്രീകളെ ആർക്കും സംരക്ഷിക്കേണ്ട, ആർക്കും ആ സ്ത്രീകളെ ചേർത്ത് പിടിക്കേണ്ട, ആരും അവൾക്കൊപ്പം ഇല്ല, ഒന്നുമില്ല. കേരളത്തിലെ ജനം ഞങ്ങൾ പിണറായിക്കൊപ്പമില്ല എന്ന് പറഞ്ഞതോടുകൂടി എല്ലാവരും ആ സ്ത്രീകളെ, പരാതിക്കാരെ, യുവതികളെ, ഇരകളെ പാതി വഴിയിൽ ഇട്ടേച്ചു പോയി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടാം ഘട്ട പോളിംഗ്, അതായത് ഡിസംബർ 11 രണ്ടാം ഘട്ട പോളിംഗ് വടക്കൻ ജില്ലകളിൽ നടക്കുന്നു. ആ രണ്ടാം ഘട്ട പോളിംഗ് ഡിസംബർ 11 നടക്കുന്ന അതേ ദിവസമാണ് പാലക്കാട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ രാഹുലിന്റെ പാലക്കാട് നഗരസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ടുള്ള കുന്നത്തൂർമേട് LP സ്കൂളിൽ രാവിലെ മുതൽ മാപ്രകൾ എല്ലാവരും ഒന്നിച്ച് തമ്പടിച്ചു. രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമെന്ന് അവർ റിപ്പോർട്ടുകൾ നൽകി, വാർത്തകൾ നൽകി, തലക്കെട്ടുകൾ നൽകി. രാവിലെ മുതൽ ഇത് തന്നെയായിരുന്നു അവരുടെ വാർത്തകൾ. ആ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വൈകുന്നേരം ഒരു 4-4:30 ആയപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തി. അല്ലെ? രാഹുൽ കുന്നത്തൂർമേട്ടിലെ LP സ്കൂളിൽ വന്ന് വോട്ട് ചെയ്തു. മാപ്രകൾ ചുറ്റും കൂടി വളഞ്ഞിട്ടു രാഹുലിനോട് പലതും ചോദിച്ചു. അയാളുടെ വായിൽ നിന്ന് ഒന്നും പുറത്തേക്ക് വന്നില്ല. അയാൾ പോളിംഗ് ബൂത്തിലേക്ക് കയറി വോട്ട് ചെയ്തു. അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴും 1000 ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കെല്ലാം രാഹുൽ ഒറ്റ വാക്കിൽ മറുപടി ഒതുക്കി. ഇനി പറയാനുള്ളത് കോടതിക്ക് മുന്നിൽ, കോടതിയിൽ പറയുമെന്നായി രാഹുൽ. കാരണം കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമായതുകൊണ്ട് ഇനി സംസാരമില്ലെന്നായി. മാപ്രകൾ ഉദ്ദേശിച്ചതൊന്നും കിട്ടുന്നില്ല. എവിടെ നിന്നും രാഹുലിന്റെ പ്രതികരണങ്ങൾ വരുന്നില്ല. ഉടനടി എന്ത് ചെയ്തു? രാഹുലിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. രാഹുൽ ചായ കുടിക്കാൻ കയറിയപ്പോ അവിടെ വന്നിരുന്നു. മൈക്കും പിടിച്ച് ചായ കുടിക്കുന്ന വ്യക്തിയുടെ ചിത്രം ഇങ്ങനെ ടിവിയിലൂടെ കാണിച്ചു കൊടുത്തു. അതും കഴിഞ്ഞോ? ഇല്ല. നേരെ പോയി MLA ഓഫീസിലേക്ക്. അവിടെയും ചെന്നു മാപ്രകൾ. അവിടെ നിന്നും രാഹുൽ ഒന്നും പ്രതികരിച്ചില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത് കോടതിയിലാണ്. അത് കോടതിയിൽ പറയുമെന്ന് രാഹുൽ പറഞ്ഞു. അവിടെയും തീർത്തോ? ഇല്ല, നിർത്തിയില്ല. പിന്നെ എന്ത് ചെയ്തു? രാഹുൽ അന്ന് രാത്രി എറണാകുളത്തേക്ക് പോയി. രാഹുലിന്റെ വാഹനത്തെ ഫോളോ ചെയ്ത് ഇവർ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അല്ലെ? ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഡിസംബർ 11 നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെയും നിർത്തിയോ? ഇല്ല. അത് കഴിഞ്ഞ് രാഹുൽ എറണാകുളത്ത് പോയി. അവിടെ ചെന്ന് തന്റെ അഭിഭാഷകനെ കണ്ട് സംസാരിച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി, അടൂരിലെ വീട്ടിലേക്ക്. ആ അടൂരിലെ വീട്ടിലേക്കും ചെന്നു ഈ മാപ്രകൾ. ഗേറ്റിന്റെ പടി കടന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഗേറ്റിന് പുറത്ത് ക്യാമറയും തൂക്കി രാഹുലിനെ നോക്കി നിന്നു ഇവര്. പിറ്റേ ദിവസം രാഹുൽ മാങ്കൂട്ടത്തില് ക്ഷേത്ര ദർശനത്തിന് പോയപ്പോ അത് വാർത്തയാക്കി. അത് കഴിഞ്ഞ് രാഹുൽ കോട്ടയത്തെ വക്കീൽ ജഡ്ജിയമ്മാവൻ കോവിലിൽ പോയപ്പോ അതും വാർത്തയാക്കി. അങ്ങനെ രാഹുലിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ. എന്നാലോ ഡിസംബർ 13 കഴിഞ്ഞു. ജനം വിധി എഴുതി. അതിന്റെ ഫലം വന്നു, റിസൾട്ട് വന്നു. പിന്നെ അങ്ങോട്ട് രാഹുലില്ല. എന്ന് പറഞ്ഞാൽ ചില അവിടെ ഇവിടങ്ങളിൽ ചിലരൊക്കെ ഏത് ഘട്ടത്തിൽ? പാലക്കാട് നഗരസഭയിലെ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ടുള്ള, രാഹുൽ മാങ്കൂട്ടത്തിലെ MLA ഓഫീസ് സ്ഥിതി ചെയ്യുന്ന വാർഡിൽ പോലും ആര് ജയിക്കുമെന്ന് ഇവർ ആകാംക്ഷയോടെ കാത്തിരുന്നു. പക്ഷെ ഫലം വന്നപ്പോ അവിടെ UDF സ്ഥാനാർത്ഥി വിജയിച്ചു കയറി. പിന്നെ എന്തായിരുന്നു? രാഹുലിന്റെ അടുത്ത സുഹൃത്ത് ഫെനി നെയ്നാൻ പരാജയപ്പെട്ടു. അതിവർ വല്ലാതെ അങ്ങ് ആഘോഷിക്കാനില്ല. കാരണം ഇപ്പുറത്ത് രാഹുലിന്റെ ഫെനി നെയ്നാനേക്കാളും രാഹുലിന്റെ വലങ്കായിയായി നടന്നിരുന്ന റിനോ പി രാജൻ വിജയിച്ചു കയറി. അങ്ങനെ വലിയ വാർത്തകൾക്ക് സ്കോപ്പ് ഉണ്ടായില്ല ഈ ഫലം വന്നപ്പോ രാഹുലുമായി ബന്ധപ്പെടുത്തി. പക്ഷേ ആ ഫലം കൂടി പൂർത്തിയായതോടുകൂടി നിങ്ങൾ അതിനുശേഷം ഡിസംബർ 13 ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം എവിടെയെങ്കിലും നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടോ? രാഹുൽ ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. രാഹുൽ പാലക്കാടുണ്ട്, അത് മറ്റൊരു കാര്യം. പക്ഷേ രാഹുലിനെ കുറിച്ചുള്ള വാർത്തകളില്ല, തലക്കെട്ടുകളില്ല, സ്റ്റോറികളില്ല, സ്പെഷ്യൽ എക്സ്ക്ലൂസീവുകളില്ല.
ബ്രേക്കിങ്ങുകളില്ല, എക്സ്ക്ലൂസീവുകളില്ല, അങ്ങനെ ഒന്നുമില്ല. രാഹുലില്ല. എന്തേ തീവ്രത കുറഞ്ഞു പോയോ? അതോ നിങ്ങൾ എല്ലാവരും ചേർന്ന് രാഹുലിന്റെ തീവ്രത അളന്നു നോക്കിയോ? എവിടെ എത്തി? കാരണം അളന്നു കഴിഞ്ഞപ്പോ തീവ്രത വല്ലാതെ കുറഞ്ഞു പോയെന്ന് മാപ്രകൾക്ക് തന്നെ തോന്നിയോ? ചില സംസാരങ്ങൾ കേൾക്കുന്നുണ്ട്, ചില അടക്കം പറച്ചിലുകൾ കേൾക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിർത്തി രാഹുലിനെ വേട്ടയാടിയത് ശരിയായില്ല എന്ന് മാപ്രകൾ പരസ്പരം അടക്കം പറയുന്നുണ്ട്. ചിലതൊക്കെ കേൾക്കാനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എണ്ണുന്നതിന്റെ വരെ, ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പോളിംഗ് അവസാനിക്കുന്നത് വരെ, അവസാനിച്ചും മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴും രാഹുൽ മാത്രമായിരുന്നു വിഷയം. രാഹുൽ എങ്ങോട്ട് പോകുന്നു? രാഹുൽ മൂത്രമൊഴിക്കാൻ പോകുന്നുണ്ടോ? അത് തൂറാൻ പോകുന്നുണ്ടോ? എന്തൊക്കെയായിരുന്നു ഇവർക്ക് അറിയേണ്ടിയിരുന്നത്? പാലക്കാട് നിന്ന് MLA ഓഫീസിൽ കയറി അന്ന് രാത്രി എറണാകുളത്തേക്ക് തിരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിന്റെ വാഹനത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഇവർ. അല്ലേ, രാഹുലിന്റെ വാഹനത്തെ പിന്തുടർന്നു അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി അത് വാർത്താ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. രാഹുൽ വീട്ടിലെത്തിയപ്പോ രാഹുലിന്റെ വീട്ടിന്റെ ഗേറ്റിന്റെ മുന്നിൽ തമ്പടിച്ചു ഇവർ. ചെയ്തില്ലേ? പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞതോടുകൂടി നിങ്ങൾ എവിടെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാനുണ്ടോ? രാഹുൽ എവിടെയാണെന്ന് ഇപ്പോൾ അറിയുമോ? രാഹുലിനെ ഫോളോ ചെയ്ത ആളുകൾ. അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയാൾ പാലക്കാട് നിന്ന് അയാൾ അടൂരിലേക്ക്, തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ വാഹനത്തെ പിന്തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തി ന്യൂസിലൂടെ, വാർത്തകളിലൂടെ പുറത്തുവിട്ടവര്, ഒരാളുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറിയവര്. നമ്മളിത് കണ്ടതാ. ദിലീപ് നിരപരാധിയാണെന്ന്, കുറ്റക്കാരനെന്ന്, ദിലീപിന് ഇതിൽ പങ്കില്ലെന്ന് കോടതി കണ്ടെത്തിയ ദിവസം ദിലീപിന്റെ അടുക്കളയിൽ വരെ ഡ്രോൺ പകർത്തിയ ആളുകള്. അല്ലേ, ഡ്രോൺ പകർത്തിയ ആളുകള്. ആ ആളുകൾ രാഹുലിനെയും വിട്ടില്ല. പക്ഷേ എന്തു പറ്റി? ഫലം വന്നു കഴിഞ്ഞപ്പോ ജനം അത് ചർച്ച ചെയ്തില്ലെന്ന് മനസ്സിലാക്കിയപ്പോ അവിടെ ഇവർ നിർത്തിയത്. അല്ലെ, അതുവരെ പിന്തുടർന്ന ആളുകൾ തെരഞ്ഞെടുപ്പിലെ വലിയ മുഖ്യ ആയുധമായി CPM-ന്റെ സഖാക്കളുടെ, അടിമകളുടെ, സൈബർ അടിമകളുടെ ഒക്കെ വലിയ ആയുധമായി കൊണ്ടു നടന്നിട്ട് അവസാനം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ ആ ഫലത്തിൽ രാഹുൽ ഉണ്ടായിരുന്നില്ല. മീൻസ് രാഹുൽ വിഷയം ജനങ്ങൾ ഗൗനിച്ചില്ലെന്ന് മനസ്സിലായപ്പോ, അല്ലേ, രാഹുൽ വിഷയമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ പ്രധാന ആയുധം. ആ ആയുധം ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് കാണിച്ചു തരുന്നത്. ആ ആയുധമാണ് ജനങ്ങൾ. ആ രാഹുലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫാക്ടർ ആയിരുന്നുവെങ്കിൽ ഏത് രീതിയിൽ CPM കരുതിയതുപോലെ രാഹുൽ വിഷയം ജനം ചർച്ച ചെയ്തില്ല. രാഹുൽ വിഷയം എന്ന് പറഞ്ഞാൽ രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ ജനം ചർച്ച ചെയ്തില്ല. അത് ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത് പരിഗണിച്ചിരുന്നുവെങ്കിൽ, അത് സ്വാധീനിച്ചിരുന്നുവെങ്കിൽ ഈ ഫലം ഇങ്ങനെയാവുമായിരുന്നില്ല. അപ്പോ തലക്കെട്ടുകളും വാർത്തകളും സ്റ്റോറികളും ഒന്നും ജനം ഗൗനിച്ചില്ല എന്ന് മനസ്സിലാക്കിയെടുത്ത് മാപ്രകൾ നിർത്തി. തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വന്നതോടുകൂടി പിന്നെ രാഹുലില്ല. ഇപ്പൊ രാഹുൽ എവിടെയുണ്ട്? ആർക്കെങ്കിലും അറിയുമോ? ഇപ്പൊ എന്തേ രാഹുലിനെ ഇവർക്കാർക്കും ഫോളോ ചെയ്യണ്ടേ? രാഹുൽ ചായ കുടിക്കുന്നത് ഷൂട്ട് ചെയ്ത് കാണിക്കണ്ടേ? രാഹുൽ മൂത്രമൊഴിക്കാൻ പോകുന്നത് ഷൂട്ട് ചെയ്ത് കാണിക്കണ്ടേ? രാഹുൽ തൂറാൻ പോകുന്നത് ഷൂട്ട് ചെയ്ത് കാണിക്കണ്ടേ? ഇതൊന്നും ഇപ്പൊ കാണിക്കാത്തത് എന്തേ? വോട്ട് ചെയ്യാൻ വന്നത് ഓക്കെ, ഒരു സ്വാഭാവിക ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന ഒരു സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ വന്ന പല ആളുകളെയും ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ രാഹുലിനെ കാണിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. എന്നാൽ അത് കഴിഞ്ഞ് രാഹുൽ ചായ കുടിക്കാൻ കയറിയത് കാണിച്ചു, രാഹുൽ MLA ഓഫീസിൽ പോയത് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അയാൾ എറണാകുളത്തേക്ക് പോകുമ്പോ ഇങ്ങ് പാലക്കാട് നിന്ന് എറണാകുളം വരെ അയാളെ ഫോളോ ചെയ്തു. രാഹുൽ വീട്ടിലെത്തിയപ്പോ അയാളെ വീടിന്റെ ഗേറ്റിന്റെ മുന്നിൽ പോയി നിന്നു. ഇവർ കേരളത്തിലെ മാപ്രകൾ ചെയ്തതാണ്. ഇപ്പോഴെന്തേ രാഹുൽ എവിടെ ഉണ്ടെന്ന് ഇവർക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലേ? എന്തേ സ്ത്രീകളുടെ സംരക്ഷണം ഇവർക്ക് ആവശ്യമില്ലേ? എന്തേ ഇവരൊന്നും അവൾക്കൊപ്പമല്ലേ? പാതി വഴിയിൽ ഇട്ടേച്ച് പോവാനാണോ നിങ്ങൾ അവൾക്കൊപ്പം കൂടിയത്? പാതി വഴിയിൽ ഇട്ടേച്ച് പോവാനാണോ നിങ്ങൾ അവൾക്കൊപ്പം കൂടിയത്? നിങ്ങൾക്ക് എന്തേ നിങ്ങളുടെ ധാർമ്മികത, നിങ്ങളുടെ എത്തിക്സ്, ഇതൊക്കെ ഇപ്പൊ എവിടെ പോയി? എന്ത് പറ്റി കേരളത്തിലെ മാപ്രകൾക്ക്? മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും ദിവസം സ്ത്രീ ആയിരുന്നില്ല വിഷയം, അവൾക്കൊപ്പമായിരുന്നില്ല. ഒരാളും അവൾക്കൊപ്പമായിരുന്നില്ല. അതൊക്കെ വെറുതെ തലക്കെട്ടുകളും ഹാഷ്ടാഗുകളും മാത്രമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. കണ്ടന്റിന്റെ വാല്യൂ കുറഞ്ഞപ്പോ, അത് ജനം ശ്രദ്ധിക്കില്ലെന്ന് കണ്ടപ്പോ, ജനം അതല്ല ചർച്ച ചെയ്യുന്നത് എന്ന് കണ്ടപ്പോ
ജനം മറ്റുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. കാരണം 10 വർഷം ഒരു സർക്കാർ ഭരിച്ചിട്ട് ആ സർക്കാരിനെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോ ജനം 10 വർഷത്തെ ആ സർക്കാരിന്റെ നടപടികളെ വിലയിരുത്തുമോ, അതോ പ്രതിപക്ഷത്തിരുന്നിരുന്ന ഒരു MLA-യുടെ പ്രവർത്തികളെ വിലയിരുത്തുമോ എന്നുള്ളതിന് ജനത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യവും ആ തിരിച്ചറിവും കേരളത്തിലെ മാപ്രകൾക്കുണ്ടായില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ സൂചിപ്പിക്കുന്നത്. അത് തിരിച്ചറിവ് ഉണ്ടായി എപ്പോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നു കഴിഞ്ഞപ്പോ മാപ്രകൾക്ക് ആ തിരിച്ചറിവുണ്ടായി. ആ തിരിച്ചറിവിൽ നിന്ന് അവർ ഇരയെ ഇട്ടേച്ചു പോയി, പാതി വഴിയിൽ ഇട്ടേച്ചു പോയി, അല്ലേ? പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ഇപ്പൊ ഹാഷ്ടാഗുകളില്ല, ഇപ്പൊ തലക്കെട്ടുകളില്ല, സ്റ്റോറികളില്ല, ചർച്ചകളില്ല. ഇപ്പോ മറ്റു പലതും കുഴലൂത്ത് തന്നെ. ഇടത്തോട്ട് തിരിഞ്ഞു നിന്ന് ഊഴ്തിയ കുഴല് ഇപ്പൊ വലത്തോട്ട് മാറ്റി പിടിക്കാനുള്ള ശ്രമങ്ങളാണ് മാപ്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. രാഹുൽ പാലക്കാടുണ്ട്, ആർക്കും ഷൂട്ട് ചെയ്യണ്ട, ആർക്കും ഒന്ന് കാണണ്ട, പ്രതികരണം വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഡിസംബർ 11 രാഹുൽ വോട്ട് ചെയ്ത് ഇറങ്ങിയ നേരം എന്തൊക്കെയായിരുന്നു ഇവരുടെ കാട്ടിക്കൂട്ടലുകൾ, എന്തൊക്കെയായിരുന്നു ഇവരുടെ കാട്ടിക്കൂട്ടലുകൾ. അയാൾ ഒരു ചായ കുടിക്കാൻ കയറിയപ്പോ അവിടെ ഇരുന്ന് മൈക്കും പിടിച്ച് ആ ചായ പോലും അയാളെ കുടിക്കാൻ അനുവദിക്കാതെ മൈക്കും പിടിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും വൃത്തികെട്ട ഇതൊരു മാധ്യമ പ്രവർത്തനമാണെന്ന് എനിക്കത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഒരിക്കലും. അങ്ങനെ അല്ലതാനും. മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരാൾ ചായ കുടിക്കുന്നത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതാണോ? അതാണോ മാധ്യമ പ്രവർത്തനം? അല്ല. അപ്പോ ചർച്ചകൾ ഇവർ ഉദ്ദേശിച്ച രീതിയിൽ പ്രതിഫലിച്ചില്ലെന്ന് മാത്രമല്ല, ജനം ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾ ചർച്ച ചെയ്തു, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അവരുടെ ഇൻട്രസ്റ്റുകൾക്കനുസരിച്ച് പലരെയും വിളിച്ചു വരുത്തി കൊണ്ടുവന്നിരുത്തി, ക്യാമറയ്ക്ക് മുന്നിൽ ഇരുത്തി അവർ ചർച്ച ചെയ്തു. പക്ഷേ കേരളത്തിലെ ജനം അത് ഒരു ചെവിയിലൂടെ കേട്ടു, മറു ചെവിയിലൂടെ പുറത്തേക്ക് വിട്ടു, തലയിൽ നിർത്തിയില്ല, അവർ ഉൾക്കൊണ്ടില്ല, അവരത് ചർച്ച ചെയ്യാനും ആഗ്രഹിച്ചില്ല. കാരണം ഒരു 10 വർഷം ഭരിച്ച സർക്കാരിനെ വിലയിരുത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോ ജനം ഇത്തരത്തിലുള്ള ഇക്കിളിക്കഥകള്, പൈങ്കിളിക്കഥകള്, ഗർഭം, ഭ്രൂണം, ഗർഭഹത്യ, ഗർഭചിത്രം, ഇതൊന്നുമല്ല ജനം ചർച്ച ചെയ്തത്. ജനം ചർച്ച ചെയ്തത് ഈ 10 വർഷത്തെ ദുരിതമാണ് ജനം ചർച്ച ചെയ്തത്. അതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അത് കണ്ട് അതിന്റെ ഫലം കൂടി വന്നപ്പോ മാപ്രകൾക്ക് തൃപ്തിയായി, വയറ് നിറഞ്ഞു. ഇനി അങ്ങോട്ട് രാഹുൽ വേണ്ടെന്ന് അവർ തീരുമാനിച്ചു. ചില ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, അവരുടെ കൂട്ടത്തിൽപ്പെട്ട നമ്മള് ചില കടന്ന കൈ നമ്മൾ ഉപയോഗിച്ചു എന്ന് അവർ പരസ്പരം അടക്കം പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പോ പല കോണുകളിൽ നിന്ന് കേൾക്കാനും സാധിക്കുന്നുണ്ട്. ഇപ്പൊ രാഹുൽ എവിടെയാ? നിങ്ങൾ കേരളത്തിലെ മാപ്രകളോട് ചോദിച്ചേ, രാഹുൽ എവിടെയാ? ആർക്കും അറിയില്ല. ആരും രാഹുലിനെ കണ്ടിട്ടില്ല, ആർക്കും രാഹുലിനെ ഫോളോ ചെയ്യണ്ട. എല്ലാം അവസാനിപ്പിച്ചു, ഇരയെ പാതി വഴിയിൽ വിട്ടു. ആവേശം കൂട്ടി, പ്രോത്സാഹിപ്പിച്ച്, സമ്മർദ്ദങ്ങൾ ചെലുത്തി, പരാതിയുമായിട്ട് ഇറക്കിക്കൊണ്ടുവന്നിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഈ പറയുന്ന മാപ്രകൾ കൈയൊഴിഞ്ഞു, കൈ കഴുകി അവർ രക്ഷപ്പെട്ടു. ഇനി അവരെ വിട്ടില്ല, കാണാൻ കഴിയില്ല. പലരും പല വഴിക്ക, അതിൽ പലരും അടക്കം പറച്ചിലുകൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്.